വിഖ്യാത ഗായിക എസ് ജാനകി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മൈസൂരുവിലായിരുന്നു അന്ത്യം. ഗൗതം ആമർകൂജൻ ചേരുന്നുണ്ട്. മറ്റു വിശദാംശങ്ങളുമായി ഗൗതം വിവരങ്ങൾ പറയാം. ഏറ്റവും ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യയുടെ ഒട്ടുമിക്ക എല്ലാ ഭാഷകളിലും ഗാനം ആലപിച്ചിരുന്ന ശബ്ദ സൗകുമാര്യം കൊണ്ട് ആരാധകരുടെ മനസ്സിൽ, ആസ്വാദകരുടെ മനസ്സിൽ ഇടം നേടിയിരുന്ന പ്രിയപ്പെട്ട പാട്ടുകാരി എസ് ജാനകി അന്തരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മൈസൂരിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറെ നാളായി ചില രോഗങ്ങളുടെ പിടിയിലായിരുന്നു എസ് ജാനകി. എസ് ജാനകിയുടെ മരണവാർത്ത സംബന്ധിച്ച് മുൻപും ചില തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ വന്നിരുന്നെങ്കിലും ഇപ്പോൾ ഇത് ഉറപ്പിക്കാവുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വ്യക്തത, അല്ലെങ്കിൽ അതിലൊരു സ്ഥിരീകരണം സംഭവിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, എസ് ജാനകിയെ കുറിച്ച് പറഞ്ഞു തീർക്കാനാകാത്ത അത്രയും തരത്തിലുള്ള അനുഭവ സംഭവത്തും, അതോടൊപ്പം തന്നെ ഗാന മേഖലയിൽ, പിന്നണി ഗാനരംഗത്ത് എസ് ജാനകി എന്ന ഒരു യുഗം അവസാനിക്കുകയാണ്. ഒരുപക്ഷെ ഗാന ആസ്വാദകരെ സംബന്ധിച്ച് അത് ഏത് ഭാഷയിലുള്ള ആളായിക്കോട്ടെ, അവരുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങളുടെ പട്ടികയിൽ, അവരുടെ ഹൃദയങ്ങളിൽ, അവരുടെ മനസ്സിൽ എക്കാലത്തും എസ് ജാനകിയുടെ ഒരു ഗാനമെങ്കിലും നിലനിൽക്കുന്നുണ്ടാകും എന്നതാണ് എസ് ജാനകി ആരായിരുന്നു എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയായി നമുക്ക് ലോകത്തിന് മുമ്പിൽ പറയാൻ കഴിയുന്നത്. നമുക്കറിയാം, 1938 എസ് ജാനകി ജനിക്കുന്നത്. വലിയ സംഗീത പാരമ്പര്യത്തോടുകൂടി തന്നെ വളർന്നു വരികയും അതിനനുസരിച്ച് തന്റെ ശബ്ദ സൗകുമാര്യം കൊണ്ട് ലോകത്തെ ആകെ വിസ്മയിപ്പിക്കുകയും അതോടൊപ്പം പ്രേക്ഷക ഹൃദയങ്ങളിൽ ചേക്കേറുകയും ചെയ്ത ഒരു വാനമ്പാടി എന്ന നിലയിൽ തന്നെ രാജ്യം എസ് ജാനകിയെ ഈ ഘട്ടത്തിൽ ഓർമ്മിക്കുകയാണ്. എസ് ജാനകി പാടാത്ത ഭാഷ ഏത് എന്നത് പറയുകയായിരിക്കും നമുക്ക് ഏറ്റവും സങ്കീർണമായ ഒരു കാര്യം. മലയാളത്തിലും, തമിഴിലും, കന്നഡയിലും, തെലുങ്കിലും, ഉറുദുവിലും, ബംഗാളിയിലും, മറാഠിയിലും, ഗുജറാത്തിയിലും, പഞ്ചാബിയിലും, കൊങ്കണിയിലും, അങ്ങനെ ഇന്ത്യ പടർന്നു കിടക്കുന്ന വൈവിധ്യങ്ങളായ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ എസ് ജാനകിയുടെ ഗാനവും ആലാപന സൗകുമാര്യവും ഉണ്ടായിരുന്നു. നമുക്കറിയുന്ന പോലെ തന്നെ വലിയ ഒരു സംഗീത പാരമ്പര്യം കഴിയുന്ന എസ് ജാനകി അവരുടെ ശബ്ദം കൊണ്ട്, ആ ശബ്ദത്തിന്റെ ആലാപന സൗകുമാര്യം കൊണ്ട്, അതിന്റെ പിച്ച് കൊണ്ട് ആണ് ആദ്യമായി ശ്രദ്ധിക്കപ്പെടുന്നത്. ആ ശബ്ദ സൗകുമാര്യത്തെ അംഗീകരിക്കാൻ രാജ്യത്തെ ഗാന ആസ്വാദകർക്ക് യാതൊരു തരത്തിലുള്ള മടിയും ഉണ്ടായിരുന്നില്ല. 88-ാമത്തെ വയസ്സിൽ മൈസൂരിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കുമ്പോഴാണ് ഹൃദയാഘാതത്തെ തുടർന്ന് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഗാന ലോകത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ സംഗീത ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്ന് സംശയലേഖമെന്നെ പറഞ്ഞു വെക്കാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ മരണവാർത്ത സ്ഥിരീകരിക്കപ്പെടുന്നത്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് 4 തവണ വാങ്ങിയ ഗായികയാണ് എസ് ജാനകി. 1976 16-ാം വയതിനിലെ എന്ന തമിഴ് ചിത്രത്തിലെ ചിന്തീരപ്പൂവെ എന്ന് പറയുന്ന ഗാനം, അത് നമുക്കറിയുന്നത് പോലെ തന്നെ 16-ാം വയതിനിലെ ആ ചലച്ചിത്രം തന്നെ ഇന്ത്യൻ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്തിന്റെ തലവര മാറ്റിയ ഒരു ചിത്രമായിരുന്നു 16-ാം വയതിനിലെ. കമലഹാസൻ, രജനീകാന്തും ഉൾപ്പെടെയുള്ള താരങ്ങൾ അണിനിരക്കുന്നു. ഭാരതീയ പോലുള്ള ആളുകൾ അതിനകത്ത് ആ ചിത്രത്തിന്റെ ഭാഗമാകുന്നു. തമിഴ് സിനിമയുടെ തന്നെ ചലച്ചിത്ര ഭാഷത്തെ ആ ചിത്രം മാറ്റിമറിക്കുന്നുണ്ട്. ആ ചിത്രത്തിലെ ഗാനത്തിലൂടെ ആദ്യമായി ദേശീയ പുരസ്കാരം സ്വന്തമാക്കിക്കൊണ്ടാണ് 16-ാം വയതിനിലെ എന്ന ചിത്രത്തിലൂടെ എസ് ജാനകി എന്ന പേര് രാജ്യത്തെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഒരുപക്ഷെ അരനൂറ്റാണ്ട് കാലത്തിലധികം നീണ്ടുനിന്ന സംഗീത ജീവിതത്തിനാണ് ഇപ്പോൾ തിരശ്ശീല വീഴുന്നത്. ആ ശബ്ദം നമ്മളെ ആസ്വദിപ്പിക്കാനും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാനും ജീവനോടെ ഇല്ല എന്നുള്ള സത്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് മൈസൂരിലാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ എസ് ജാനകിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ കുടുംബം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മരണവാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും ഈ മരണവാർത്ത സ്ഥിരീകരിച്ച് എസ് ജാനകിക്ക് അനുശോചനം അറിയിച്ച് രംഗത്തെത്തുന്ന കാഴ്ച, അല്ലെങ്കിൽ രംഗത്തെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ നടന്നിരുന്ന പ്രചരണങ്ങൾക്കപ്പുറത്തേക്ക്, വ്യാജ പ്രചരണങ്ങൾക്കപ്പുറത്തേക്ക് ആ ശബ്ദം നമ്മെ വിട്ടുപോയിരിക്കുന്നു എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു.